കൊച്ചി കിഴക്കമ്പലം മലയിടം തുരുത്തിലെ ഒഴിപ്പിക്കൽ നടപടികളിൽ സർക്കാർ ഇടപെട്ടു. ചർച്ച നടത്താൻ മന്ത്രി റോജി എം ജോണിനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചുമതലപ്പെടുത്തി. ഈ വിഷയത്തിൽ LDF നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുകയും ചെയ്തു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അലക്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF സർക്കാർ അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നം കിഴക്കമ്പലം മലയിടം തുരുത്തിലെ ഉന്നതി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്. കോടതി വിധിയെ തുടർന്നാണ് അവിടെ പോലീസ് എത്തി ആ ഉന്നതി ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയത്. പക്ഷേ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന്, പ്രതിഷേധത്തെ തുടർന്ന് അത് ഒഴിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്നലെ കോടതിയിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട വിധി ഒരാഴ്ചക്കകം ആ ഉന്നതി ഒഴിപ്പിച്ച് റിപ്പോർട്ട് കോടതിക്ക് കൈമാറണം എന്ന വിധി വന്നു. അതിനു പിന്നാലെയാണ് അതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ സർക്കാർ നടത്തുന്നതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് ഇക്കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ വിഷയത്തിൽ പ്രദേശവാസികളുമായി ചർച്ച നടത്താൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിനെ, എറണാകുളത്ത് നിന്നുള്ള മന്ത്രി റോജി എം ജോണിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് റോജി എം ജോണിനെ പ്രദേശവാസികളുമായി ചർച്ച നടത്താൻ ഈ വിഷയത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ കോടതി സാഹചര്യം ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. കോടതിയുടെ നിർദ്ദേശത്തോടെ മാത്രമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വിഷയത്തിൽ LDF നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഒന്നും ചെയ്യാതിരുന്ന സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്ന ദിവസങ്ങൾ മാത്രമായ ഒരു സർക്കാരിനെ കുറ്റം പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഒഴിപ്പിക്കൽ നടപടിയിൽ ഈ വിഷയത്തിൽ ചർച്ച നടത്തുമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പ്രശ്നം രമ്യമായി എത്രയും വേഗം പരിഹരിക്കാനാണ് UDF സർക്കാരിന്റെ ശ്രമമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.